നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 1 റിവ്യൂ. ഓരോ എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ റിവ്യൂസ് ഒക്കെ തന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് കണ്ട് എനിക്ക് ജെന്യുവിൻ ആയിട്ട് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അതേപോലെ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയും. അല്ലാതെ ആരുടെയും PR ഏറ്റെടുത്ത് ഒരാളുടെ പക്ഷം ചേർന്ന് സംസാരിക്കത്തൊന്നുമില്ല. ഞാൻ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നുന്ന ആരാണോ, എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണോ, എനിക്കിഷ്ടമല്ലാത്ത ആരാണോ, ആ രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന് രേഖപ്പെടുത്താം. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ പറ്റിയിട്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ജെന്യുവിൻ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് എൻ്റെ അഭിപ്രായം എന്താണോ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിവ്യൂ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 1 കണ്ടപ്പോൾ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റും കുറച്ചും കൂടി ഒരു സർപ്രൈസ് ഒക്കെ തോന്നി. ചില കണ്ടസ്റ്റൻസിനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഈ മുൻകൂട്ടിൽ പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. എന്നാലും രേണുസുതി ഉണ്ടായിരിക്കുമെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടു. രേണുസുതി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും രേണുസുതി കയറി വന്നപ്പോൾ സുധിച്ചേട്ടന്റെ പേര് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴും സുധിച്ചേട്ടന്റെ പേര് ഉപയോഗിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണല്ലോ രേണു കയറിയപ്പോൾ തന്നെ എൻ്റെ സുധിച്ചേട്ടാ ഞാൻ വന്നേന്നാണ് രേണു പറഞ്ഞത്. അപ്പോൾ ബാക്കി രേണുവിന്റെ കാര്യങ്ങൾ ഇനി ബാക്കിയുള്ള എപ്പിസോഡുകളിൽ സംസാരിക്കാം. പിന്നീട് എനിക്ക് തോന്നിയൊരു കാര്യം, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മത്സരിക്കാൻ കെൽപ്പുള്ള ഒരു 3-4 ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ടിട്ടുണ്ട്. മെയിൽ കണ്ടസ്റ്റൻസിൽ ഇപ്പോൾ എനിക്ക് തോന്നിയത് അനീഷ് എന്ന് പറയുന്ന കോമണർ. പുള്ളിക്കാരൻ കുറച്ച് വശപ്പശകാണ്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അനാവശ്യ കാര്യത്തിൽ, അതായത് അനാവശ്യ സമയത്ത് അനാവശ്യ സന്ദർഭത്തിൽ വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ അനാവശ്യ സമയത്തൊക്കെ കയറി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ വൈകാതെ തന്നെ പുറത്തു പോകേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ഇതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അതായത് അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കണമല്ലോ എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് വന്ന് നിന്ന് വഴക്കുണ്ടാക്കുന്നവരൊക്കെ തന്നെ ആദ്യമേ പുറത്തു പോയിട്ടുണ്ട്. വഴക്കുകളാണെങ്കിലും ബഹളമാണെന്നുണ്ടെങ്കിലും അത് ആവശ്യമായ രീതിയിൽ ഉണ്ടാക്കുന്നവരെയാണ് മലയാളി പ്രേക്ഷകർക്ക് ആവശ്യം. പിന്നെ അനുമോൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ സൈലന്റ് ആയിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് അനുമോൾ. ഇനി അനുമോൾ അതിനകത്ത് വരുമ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയത്തില്ല. പിന്നീടുള്ള മത്സരാർത്ഥി എന്ന് പറയുന്നത് ആര്യൻ. ഒരു മോഡലാണ്. കുറച്ചൊക്കെ പെൺപിള്ളാരുടെയൊക്കെ സപ്പോർട്ട് കൂടാൻ സാധ്യതയുണ്ട്. കുറച്ചൊക്കെ ഫാൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പുള്ള സീസണിൽ അർജുന് കിട്ടിയതുപോലെയുള്ള ഫാൻസ് ആര്യന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആര്യനെ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബിഗ് ബോസ് ഇതിനകത്ത് ഓരോ മത്സരാർത്ഥികളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബിഗ് ബോസിന് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്. ആര് ഏത് സ്ട്രാറ്റജി എടുക്കും. ഇപ്പം ലവ് സ്ട്രാറ്റജി, പിന്നെ ഹെയ്റ്റ് സ്ട്രാറ്റജി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതെല്ലാം കൂട്ടിയും കിഴിച്ചും പ്ലാൻ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഓരോ കണ്ടസ്റ്റന്റിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ രേണുസുതി എടുത്തിട്ടപ്പോൾ ശാരിക എടുത്തിട്ടില്ലേ, അതേപോലെ തന്നെ. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥിയായിരുന്നു ആദിലയും നൂറയും. എനിക്ക് തോന്നുന്നു അവര് സിംഗിൾ മത്സരാർത്ഥിയാണ്. അവരെ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ കറന്റ് 19 കണ്ടസ്റ്റന്റ് ആണ്. മത്സരാർത്ഥികൾ നോക്കുമ്പോൾ 19 പേരാണ്. 20 പേര് ഹൗസിലുണ്ട്. ഇനി അടുത്തതായിട്ട് ഉള്ള മത്സരാർത്ഥി കലാഭവൻ ശാരിക. പുള്ളിക്കാരി നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ്. നല്ല രീതിയിൽ മത്സരിക്കാനുള്ള കെൽപ്പുള്ള ഒരു മത്സരാർത്ഥിയാണ് ശാരിക. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ ഫീമെയിൽ കണ്ടസ്റ്റന്റ് ഉണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന, കുറച്ചൊക്കെ വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി നിൽക്കാൻ സാധ്യതയുള്ള കുറേ ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ നോക്കുമ്പോൾ മെയിൽ കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഈ സീസണിൽ ഫീൽ ചെയ്തത്. നെക്സ്റ്റ് അക്ബർ ഖാൻ. എനിക്ക് പുള്ളിക്കാരനെ പേഴ്സണലി അറിയത്തില്ല. ഒരു സിംഗർ എന്നുള്ള രീതിയിൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കിയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ട് പുള്ളിക്കാരൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ RJ ബിൻസി അറിയത്തില്ല. പിന്നെ അടുത്തത് ഒനീൽ സാബു. ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരനും ഇച്ചിരി വഴക്കുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഓരോ കണ്ടസ്റ്റന്റിലും നമുക്ക് അറിയാത്ത ആൾക്കാരും ഉണ്ട്, അറിയാവുന്നവരും ഉണ്ട്. എനിക്ക് അറിയാവുന്നവരെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പിന്നെ ബിനി നമുക്ക് സീരിയലിലൂടെയൊക്കെ അറിയാം. എങ്ങനെയാണ് റിയൽ ലൈഫിൽ എന്നറിയത്തില്ല. കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയും കുറച്ച് വഴക്കാളിത്തരം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആണ് ബിനി എന്ന് തോന്നുന്നു. അഭിലാഷ്, രണ ഫാത്തിമ,
അപ്പോഴാണ് എനിക്ക് തോന്നി ഈ രണ ഫാത്തിമയ്ക്ക് 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ 19 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ അതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ എനിക്കെന്തോ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ, അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ രണ ഫാത്തിമ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി മുന്നോട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. കരയുവോ ചിരിക്കുവോ എന്താണ് രണ ഫാത്തിമ ചെയ്യുന്നത് എന്ന് നോക്കാം. അത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് കുറവാണ്. അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഏജ് കുറവാണ്, ജനറേഷണൽ ഗ്യാപ്പ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് മുൻഷി രഞ്ജിത്ത്, പുള്ളിക്കാരനാണ് അതിനകത്ത് വെച്ചിട്ട് ഏറ്റവും സീനിയർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ്. മുൻഷി രഞ്ജിത്ത് പണ്ട് മുതലേ മറ്റേ മുൻഷി എന്ന് പറയുന്ന പരിപാടിയിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയാണ്, വഴക്കുണ്ടാക്കലല്ല. എനിക്ക് തോന്നിയത് നല്ല രീതിയിൽ അത്യാവശ്യം കാര്യങ്ങൾ അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് എന്ന് തോന്നുന്നു. അടുത്തത് ഗിനേൽ ടക്രാൾ, ഹിന്ദിക്കാരി, എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, ഹിന്ദി ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് അതിലാണ് ഒരു വശപ്പശക്. അതായത് പുള്ളിക്കാരി എന്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളം അറിയാവുന്നവരെയാണ് നമ്മൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തത്. ഒരാൾ പറയുന്നത് നമുക്ക് മനസ്സിലാകണം. പക്ഷേ ഗിനയിലിന് എത്രത്തോളം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഗിനയിൽ വന്നപ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർ ഇങ്ങനെ നെറ്റിച്ചുളിച്ചിട്ടുണ്ടാകും. പിന്നെ PR-ഉം അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയറിപ്പോവാം. പക്ഷേ ഗിനയിലിനെ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതിന് പിന്നിലുള്ള ബിഗ് ബോസിന്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ സക്സസ് ആയേക്കാം, ചിലപ്പോൾ ആദ്യം തന്നെ ഗിനയിൽ പുറത്തു പോകാനും സാധ്യതയുണ്ട്. അടുത്തത് ശാരിക. അതാണ് ശാരികയാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ സംസാരിക്കും. ഇതിന് പുറത്ത് നടക്കുന്ന വിവാദങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഹോട്ട് സീറ്റിലൊക്കെ ഇരുത്തിയിട്ട് ആൾക്കാരെ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നതാണ്. ശാരിക അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ച് ഇടിച്ചിടിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോകാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ് ശാരിക. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ രേണുസുധിയെയും കുറിച്ച് പറയുന്നു. രേണുസുധിയും വഴക്കിടാൻ രേണുസുധി മിടുക്കിയാണ്. പിന്നെ പുറത്ത് ഒരുപാട് വിവാദങ്ങളുണ്ടല്ലോ. രേണുസുധിക്ക് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഓൾറെഡി നെഗറ്റീവ് ഉണ്ട് രേണുസുധിക്ക്. അപ്പോൾ ഈ നെഗറ്റീവ് വെച്ചിട്ടാണ് രേണുസുധി ഉള്ളിൽ പോകുന്നത്. അപ്പോൾ രേണുസുധിക്ക് ഇത്രയും നെഗറ്റീവ് ഉള്ളൊരു വ്യക്തി അകത്ത് പോയി എങ്ങാനും ഒന്ന് പോസിറ്റീവ് ആയിക്കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെക്കുക. ഇത്രയും നെഗറ്റീവും ഇനി രേണുസുധിയെ വെറുക്കാനൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ രേണുസുധിയെ വെറുക്കുന്നു. അത്രയധികം നെഗറ്റീവാണ് രേണുസുധിക്ക്. ആ നെഗറ്റീവ് വെച്ചിട്ട് രേണുസുധി അകത്ത് പോയിട്ട് എങ്ങാനും, എനിക്കറിയത്തില്ല, പോസിറ്റീവ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ എങ്ങാനും നെഗറ്റീവ് മാറി പോസിറ്റീവ് ആയാൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ തന്നെ രേണുസുധിയെ ഒറ്റപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രേണുസുധിക്ക് പോസിറ്റീവായിട്ടുള്ള ഇതായിരിക്കും വെളിയിൽ വരുന്നത്. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ രേണുസുധിയെ എങ്ങാനും അവിടുത്തെ മത്സരാർത്ഥികൾ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മലയാളി പ്രേക്ഷകർ അയ്യോ കണ്ടോ പാവം, അവളെ മാത്രം ഇഗ്നോർ ചെയ്യുന്നു, അവളെ മാത്രം അവോയ്ഡ് ചെയ്യുന്നു, അങ്ങനെ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ രേണുസുധിക്ക് പ്ലസ് പോയിന്റ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം രേണുസുധി പോകുമെന്ന് അറിയത്തില്ല. പക്ഷെ ആദ്യം ഒന്നും പുറത്താകാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ ഷാനവാസ്, നമുക്ക് സീരിയലിലൂടെ അറിയാവുന്നതാണ്. നെവിൻ ജോർജ്, പുള്ളിക്കാരനെ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് എങ്ങനെ ആയിരിക്കും പുള്ളിക്കാരൻ്റെ മത്സരമൊന്നും അറിയത്തില്ല. പിന്നെ ആദിലയും നൂറയും. ഈ ആദിലയും നൂറയും ഉള്ളിൽ കയറ്റുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. ആദിലയും നൂറയും ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അവർ രണ്ടുപേരും സിംഗിൾ ആയിട്ടാണ് പോകുന്നത്. അപ്പം അവർക്ക് അവരുടെ ഇടയിൽ ലവ് ഉണ്ട്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം ഇതിനു മുമ്പുള്ള പല ബിഗ് ബോസുകളിലും അങ്ങനത്തെ പരിപാടിയുണ്ട്. ലവേഴ്സായിട്ട് അകത്ത് പോയിട്ട് ലവേഴ്സ് തമ്മിൽ പ്രശ്നമായി വഴക്കായി അവർ സ്പ്ലിറ്റ് ആകുന്നു, അവരങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ആദിലെ നൂറെ ഉള്ളിലേക്ക് കടത്തിവിട്ടത്. അതായത് ഇവർ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ രണ്ടുപേരുടെ വ്യക്തിത്വം രണ്ടാണ്, രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് രണ്ടാണ്, രണ്ടുപേരുടെ ചിന്താഗതികൾ രണ്ടാണ്. ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അപ്പോൾ ഈ രണ്ട് ചിന്താഗതികൾ തമ്മിൽ പ്രശ്നമുണ്ടാകാം, ക്ലാഷസ് ഉണ്ടാകാം. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനായിരിക്കണം ചിലപ്പോൾ അവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടത്. പിന്നെ ശൈത്യ സന്തോഷ്, അഡ്വക്കേറ്റ് ആണ്. ശൈത്യ ഇതിന് മുമ്പുള്ള ഒരു TV പ്രോഗ്രാമിൽ മത്സരിച്ചതാണ്. 5ാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞ് ശൈത്യ അമ്മ ഇറങ്ങിപ്പോയതാണ്. അതായത് സമ്മാനം പോലും വാങ്ങിക്കാതെ ഇറങ്ങിപ്പോയ വ്യക്തിയാണ് ശൈത്യ. അപ്പോൾ ശൈത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നോക്കാതെ ഏത് സ്ഥലമാണ് ഏത് പ്ലേസ് ആണെന്നൊന്നും നോക്കാതെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ശൈത്യ. അപ്പോൾ ഇവിടെയും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അപ്പാനി ശരത്,
പുള്ളിക്കാരനൊരു ആക്ടറാണ്, പുള്ളിക്കാരനും അത്യാവശ്യം നന്നായിട്ട് മത്സരിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയാനാണ് കൂടുതൽ തോന്നുന്നത്. അതായത് ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ കണ്ടപ്പോൾ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് കുറച്ചും കൂടി സ്ട്രോങ് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ വെച്ച് ഫീമെയിൽ കണ്ടസ്റ്റൻസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, അത് കുറച്ചൊരു ക്വാണ്ടിറ്റി ബേസ് നമ്മൾ നോക്കത്തില്ലേ, അപ്പം കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉള്ള മത്സരാർത്ഥികൾ ഫീമെയിൽസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ മെയിൽ കണ്ടസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വൈകാതെ നോക്കി അറിയാം. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടായി കാണും. എനിക്കിപ്പോഴൊന്നും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടാവത്തില്ല. ഞാൻ അവസാനം വരെ നോക്കും. അവസാനം വരെ നോക്കിയിട്ടേ എനിക്ക് ഒരു ഫേവറേറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള എപ്പിസോഡുകൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കി വെയിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ എല്ലാ എപ്പിസോഡിൻ്റെ റിവ്യൂ വരും. എൻ്റെ റിവ്യൂവിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം. എന്നെ ചീത്ത വിളിക്കരുത്. കാരണം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. ആ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നെഗറ്റീവ് പറയാം, പക്ഷെ തെറി വിളിക്കരുത്. ആ ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ.